أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിലെ 23ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. റഹ്മുർ-റഹീമീനായ ദയാലുവായ ദയാപരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ കൊണ്ട് മോക്ഷം ലഭിച്ച, റമദാൻ കൊണ്ട് വിജയം ഭരിച്ച മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഈ റമദാൻ വിട പറയുമ്പോൾ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങൾ, മാറാ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ഒരു പക്ഷേ അടുത്ത വെള്ളിയാഴ്ച റമദാൻ ആയേക്കാം, അല്ലെങ്കിൽ പെരുന്നാൾ ആയേക്കാം. ഏതായാലും പരിശുദ്ധ റമദാന്റെ അവസാനത്തെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ചാകര നമുക്ക് വർഷിച്ചുവെങ്കിൽ അതിൽ നിന്ന് എത്ര നമ്മൾ കോരിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കടലുകളിലൊക്കെ ചിലപ്പോൾ ചെമ്മീൻ ചാകര അല്ലെങ്കിൽ അതുപോലെയുള്ള മീൻ ചാകര ഉണ്ടാകുമ്പോൾ ചില ബോട്ടുകാർ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് അവരുടെ വലയിൽ കൊടുക്കുകയും അവർ രക്ഷപ്പെടാറുണ്ട്. എന്നാൽ അതേ സമയത്ത് ബോട്ടിംഗ് നടത്തുന്ന, മത്സ്യബന്ധനം നടത്തുന്ന ചില ആളുകൾ അവരുടെ വല കേടുവന്നത് കാരണം, അല്ലെങ്കിൽ വലയുടെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാരണം അവർക്ക് ആ ചാകര ലഭിക്കാറുമില്ല. ഇതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെയും പ്രതിഫലങ്ങളുടെയും ചാകര വർഷിക്കുന്ന പരിശുദ്ധ റമദാനിൽ നമ്മിൽപ്പെട്ട പല ആളുകൾക്കും നന്മകൾ സ്വീകരിക്കേണ്ട വല കംപ്ലൈൻ്റാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ തെളിമയും അതിൻ്റെ വെളിച്ചവും കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നന്മകൾ വേണ്ടത്ര സ്വീകരിക്കാൻ കഴിയാത്ത, പരാജയപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ അഖിലവും ഇഅ്തികാഫിന് വലിയ പ്രാധാന്യമുള്ള ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടേണ്ട പുണ്യ ദിനരാത്രങ്ങളാണ്. 80 വർഷത്തെ ഇബാദത്തെടുക്കാൻ ഒരു രാത്രി കൊണ്ട് മാത്രം അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ. എല്ലാവർക്കും അറിയാം, എല്ലാ റമദാനിലും ആവർത്തിച്ച് കേൾക്കുന്ന വഅദുകളാണ്. 1000 മാസത്തിനേക്കാൾ പുണ്യമുണ്ടെന്ന് പറഞ്ഞാൽ 1000 മാസം എന്നല്ല, 1000 മാസത്തിനേക്കാൾ എന്നാണ്. എത്രയാകാം? ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെ പുണ്യം എന്നല്ല, 1000 മാസത്തിനേക്കാൾ എന്നാണ്. അതൊരു പ്രയോഗമാണ്. നായിൻ്റെ വാലിന് ഓടക്കുഴയിൽ 1000 വർഷട്ടാലും ശരിയാവില്ല എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം 1001 വർഷട്ടാൽ ശരിയാകുന്നല്ല, അതൊരു പ്രയോഗമാണ്. ഇതുപോലെ 1000 മാസത്തിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 1,00,000 വർഷമാകാം. അത്രയും അനുഗ്രഹങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട രാത്രി 27ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതുകൊണ്ട് വിശിഷ്ട 27ാം രാവ്, അതുപോലെ 25ാം രാവ് നാളത്തെ രാവാണ്. നാളെ രാത്രി 25ാം രാവ്, 27ാം രാവ്, 29 രാവൊക്കെ നമുക്ക് നിർണായകമാണ്. നമ്മുടെ വീട്ടിലൊരാൾ വന്നിട്ട് നമ്മളോട് മാപ്പ് ചോദിച്ചാൽ നമ്മൾ അയാളെ ഇറക്കി വിടൂല, അത് നമ്മുടെ മാന്യതയാണ്. നമ്മളെ പെരെ വന്നിട്ട് എന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടി വിടൂല. ഏത് ശത്രുവാണെങ്കിലും വീട്ടിൽ വന്നതൊരു മാന്യത നമ്മൾ പുലർത്തുമെങ്കിൽ നമ്മളെക്കാൾ മാന്യനല്ലേ അള്ളാഹു? നമ്മളെക്കാൾ മാന്യന പടച്ചോൻ. അള്ളാഹു അസീസൻ, പേരെന്നെ അസീസ്, മാന്യൻ എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ വീടായ പരിശുദ്ധ പള്ളികളിൽ ചെന്ന് ഇഅ്തികാഫ് ഇരുന്ന് റബ്ബിനോട് കെഞ്ചിയാൽ അള്ളാഹു വെറുതാക്കൂല. എൻ്റെ ഒരു ശത്രു, എനിക്കെതിരെ പാര വെച്ച്, എനിക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കി, എന്നോട് ശത്രുത കാണിച്ച ഒരാൾ 10 കൊല്ലം എനിക്കെതിരെ പ്രവർത്തിച്ചു. ഉദാഹരണം പറയാം, 10 കൊല്ലം എനിക്കെതിരെ പാരപ്പണി ചെയ്ത്, എനിക്കെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് എന്നെ വളരെ തകർക്കാൻ നോക്കിയ ഒരാൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയാണ്, ഉസ്താദെ മാപ്പാക്കണം, അറിവില്ലായ്മ കൊണ്ട് എൻ്റെ അടുത്ത് കുറെ തെറ്റ് പറ്റിപ്പോയി, എൻ്റെ അടുത്ത് ഒരുപാട് അബദ്ധം വന്നുപോയി, അറിവില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് എതിർത്തിട്ടുണ്ട്, നിങ്ങളെ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് മാന്യത ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പറയാം, ഇയാളുടെ പുത്രക്ക് ഒരു 100 വട്ടം എന്നോട് മാപ്പാക്കി തരണം ഉസ്താദെ, പൊരുത്തപ്പെടുന്ന എന്നോട് 100 വട്ടം പറയുന്നത് ഞാൻ പറയുമോ? പറയില്ല. അതിൻ്റെ മാന്യതക്ക് നിരക്കാത്തതാണ്. ഒരു വട്ടം എന്നോട് പറഞ്ഞാൽ മതി, ഉസ്താദെ ഞാൻ 10 കൊല്ലം നിങ്ങളെ എതിർത്ത് കടന്നു, എൻ്റെ സംഭവിച്ച കൊണ്ട് സംഭവിച്ചു, ഒന്ന് പൊരുത്തപ്പെട്ട് കിടന്ന് അപ്പം ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കും. ഈ 100 വട്ടം പറയും, 1000 വട്ടം പറയും, ഞാൻ പറയില്ല. അതിൻ്റെ മാന്യതയാണ്. ആ മാന്യത ഞാൻ കീപ്പ് ചെയ്യണം. എന്നേക്കാൾ മാന്യതല്ല പടച്ചോൻ. എങ്ങനെ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയും, 1000 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ട ആവശ്യമുണ്ടോ? ഒറ്റവട്ടം പോലും പറയേണ്ട ആവശ്യമില്ല.
മനസ്സിലാ ദുഃഖമൊന്ന് തോന്നിയാൽ മതി, ഖേദമൊന്ന് തോന്നിയാൽ മതി. അത്രയും കാരുണ്യവാനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. ആ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികൾ പറയാണ്, ജീവിതത്തിൽ ഇത്ര പേർക്ക് സന്തോഷിച്ച ഒരു രംഗം വേറെ ഉണ്ടായിട്ടില്ല ഈ ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചതിനേക്കാൾ. സൂറത്ത് ഫുർഖാനിൽ ഒരു ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് പറയാണ്, ഈ ആയത്തിറങ്ങിയപ്പോൾ ജീവിതത്തിൽ ഞങ്ങൾ ഇത്ര സന്തോഷം വേറെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രമാത്രം സന്തോഷം ഉണ്ടാകാൻ പറ്റിയ ആയത്തേതാ? സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു പറയാണ്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. മനസ്സറിഞ്ഞുകൊണ്ട് ദുഃഖം രേഖപ്പെടുത്തി ഖേദിച്ച് ചെയ്തു പോയ തെറ്റുകളിൽ മനസ്സ് നൊന്ത് വേദനിച്ച ഒരാൾ തൗബ ചെയ്താൽ ഓന്റെ തെറ്റുകൾ മുഴുവനും അല്ലാഹു തആല നന്മയാക്കി മാറ്റി കൊടുക്കുന്നു. നല്ലൊരു തൗബ ചെയ്താൽ കള്ളു കുടിച്ചതിന് അല്ലാഹു കൂലി കൊടുക്കുന്ന അർത്ഥം. നല്ല ഒരു തൗബ ചെയ്താൽ അവൻ ചെയ്തു പോയ തെറ്റുകൾ അഖിലവും അള്ളാഹു നന്മയാക്കി നേരെ മാറ്റി മറിച്ചു കൊടുക്കും. ഇത് വലിയ കാരുണ്യവാൻ ആരാണ്? തൗബ വേണ്ട പോലെ ചെയ്യേണ്ട മാസമാണ് ഈ പരിശുദ്ധ റമളാൻ, പ്രത്യേകിച്ച് വിശിഷ്ട അവസാനത്തെ 10. നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, വെറുതെ പറയാം, നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് എന്താ? പടച്ചോനെ ഖേദിച്ചു മടങ്ങുന്നു, തൊള്ളോണ്ട് പറഞ്ഞിട്ട് കാര്യം ഖേദിച്ചു മടങ്ങണം. ഞാൻ എപ്പോഴും ഒരു പറയുന്ന ഉദാഹരണം ഉണ്ട്. ഇവിടെ നിങ്ങളൊരു കാർ എടുത്തിട്ട് തൃശ്ശൂർക്ക് പോവാണ്. അപ്പം നിങ്ങൾ പോയത് നേരെ ചെറുണ്ണൂർ ഭാഗത്തേക്കാണ്. ചെറുണ്ണൂർ ഭാഗത്തേക്ക് പോയി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി റൂട്ട് പേച്ചിട്ടുണ്ട്, തൃശ്ശൂർക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് ഇങ്ങോട്ടല്ല. എന്നാൽ ആ കാറിൽ അവിടെ കുത്തിർന്നിട്ട് ഞാൻ തൃശ്ശൂരിലേക്ക് മടങ്ങുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വണ്ടി യൂ ടേൺ അടിക്കണം, തിരിച്ചു വിടണം, എന്നിട്ട് പറയണം ഞാൻ തൃശ്ശൂർക്ക് മടങ്ങുന്നു. ഇതുപോലെ നമ്മളിങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ പറയണം അസ്തഗ്ഫിറുല്ലാഹ്, ഖേദിച്ചു മടങ്ങുന്നു. ഇവിടെ മടങ്ങുന്ന ഇവിടെ നമ്മളിവിടെ ഖേദിക്കണ ഖേദമില്ല, മടങ്ങുള്ള ചുമ്മാ നാവുകൊണ്ട് ഇങ്ങനെ പറയാം. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൽ നമ്മുടെ മനസ്സ് തട്ടിയിട്ട് തൗബയും ഇസ്തിഗ്ഫാറൊക്കെ വരണം. അങ്ങനെ മനസ്സറിഞ്ഞു കൊണ്ടുള്ള ഇസ്തിഗ്ഫാറും തൗബയും ഉണ്ടാകുകയാണെങ്കിൽ തെറ്റുകളൊക്കെ അല്ലാഹു തആല നല്ല സാരല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്ത തെറ്റിന് നന്നാക്കി കാണിച്ചു കൊടുക്കും. നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട്, പുരേന്ന് വീണാൽ ചെറിയ 2 വയസ്സ് 3 വയസ്സായ കുട്ടികളൊക്കെ അവര് വീണ് കഴിഞ്ഞാൽ നുളൽക്കുമ്പോൾ വേഗം ഉമ്മിപ്പിയും പറയും ഓൻ ചാടിയതാണ് അറിയും. അപ്പൊ കുട്ടിയോട് ചിരിക്കും. അതൊരു സൈക്കോളജിയാണ്. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സായ കുട്ടി വീണ് ചിലപ്പം വേദനിച്ചിട്ടുണ്ടാവും. ഓൻ കരയാൻ നേരത്തെ ഓൻ ചാടിയതാണെന്ന് പറഞ്ഞാൽ ഓൻ സന്തോഷമായി. അതിനെ പോസിറ്റീവാക്കി മാറ്റുക. ഇതേ രീതിയാണ് പടച്ചുകൊടുത്തത്. ഏത് കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും എത്ര തെറ്റ് ചെയ്താലും അതിനെ മുഴുവൻ അല്ലാഹു തആല പോസിറ്റീവാക്കി നന്മയാക്കി കൊടുക്കും. അതിനനുസരിച്ചുള്ള തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമുക്ക് തൗബ പോലും അള്ളാഹിന്റെ അനുഗ്രഹമാണ്. അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീൻ എന്നാ, തൗബ ചെയ്യുന്നവരെന്നെ പെടുത്തണേന്നാ. അപ്പൊ ഈ പ്രസംഗം കേട്ടാൻ പോരാ, മനസ്സറിഞ്ഞിട്ട് ചെയ്തു പോയ ദുഃഖങ്ങൾ ഖേദിക്കണം. അപ്പോഴേ തൗബ ഉള്ളൂ. ചാൻസ് ഇട്ടേ ഇനിയും ചെയ്യണമെന്ന് മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടെങ്കിൽ അത് തൗബല്ല, അത് പക്ഷാതാപല്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു തൗബ ഈ റമളാൻ കഴിയുമ്പോഴേക്ക് വരണം. അതൊരു മൂലയിൽ ചൊല്ലിത്തരേണ്ടതല്ല. എപ്പോഴും ദിക്റുകളും സ്വലാത്തുകളൊക്കെ മറ്റൊരാൾ ചൊല്ലിത്തരുന്നത് കേട്ടിട്ട് ചൊല്ലേണ്ടതുമല്ല. മനസ്സിന്റെ ഉള്ളിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന്, നമ്മിൽ നിന്ന് ഖേദങ്ങളും ദുഃഖങ്ങളൊക്കെ വരണം, റബ്ബിലേക്ക് എത്തുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിർണായകമായ രാത്രികൾ കടന്നു വരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അല്ലാഹു തആല പറഞ്ഞു യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, നന്മകൾ തെറ്റുകൾ അല്ലാഹു നന്മാക്കി തരും. കുട്ടികളെ നുളോൽച്ചുമ്പോൾ കുട്ടികളെ തൊള്ളം അങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കും ഉമ്മമാര്. കുട്ടി നുളോൽച്ചേക്കണം, പക്ഷെ തൊള്ളം അങ്ങനെ കൈയടിച്ചിട്ട് അത് ഒരു മ്യൂസിക് ആക്കിയിട്ട് ഉമ്മ മാറ്റും. അപ്പൊ കുട്ടി ചിരിക്കും. കാരുണ്യവാനായ ദയാപരനായ വാത്സല്യനിധിയായ അല്ലാഹു തആല തന്റെ അടിമകൾ ചെയ്ത തെറ്റുകളെ പോലും സുഹൃത്തങ്ങളാക്കി മാറ്റുന്ന വലിയൊരു പ്രതിഭാസം റബ്ബിന്റെ കാരുണ്യത്തിനുണ്ടെങ്കിൽ ആ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തെ തിരിച്ചറിയാത്തവനാണ് ലോകത്ത് ഏറ്റവും വലിയ പരാജയപ്പെട്ടവൻ. താൻ ഏറെ ഇഷ്ടപ്പെട്ട ഏറെ ആഗ്രഹിച്ച പ്രണയിച്ച പ്രിയപ്പെട്ട കാമുകി, ആ കാമുകി തന്നെ കിട്ടാതെ നിരാശപ്പെട്ട് നിൽക്കുമ്പോഴാണ് പിന്നെ പോയവന്റെ ബുക്കിൽ നിന്ന് നടുപ്പേജിൽ നിന്ന് അവൻ അവിടെ എഴുതി വെച്ചൊരു കത്ത് കിട്ടുന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടാട്ടോ സ്നേഹാട്ടോ. പിന്നെ അവൻ ദുഃഖിക്കും, പക്ഷെ അതെനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അവൾക്ക് എന്നോട് സ്നേഹമായിരുന്നു, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഇതുപോലെ റബ്ബിന് നമ്മളോടുണ്ടായിരുന്ന സ്നേഹവും കാരുണ്യവും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കൽ എപ്പോഴാണെന്നറിയോ? കഫംപട മൂത്ത് തട്ടി കബറിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്. അള്ളാഹു നമ്മളെ മാടി വിളിക്കുകയാണ്, പക്ഷെ നമ്മൾ ചെല്ലുന്നില്ല. അള്ളാഹുവിന്റെ കാരണത്തിലേക്ക് റബ്ബ് നമ്മൾ വിളിക്കും. നിങ്ങളൊരു ചാണെടുത്താൽ ഞാൻ ഒരു മുഴ എടുത്തോളാം, ഇങ്ങോട്ട് നടന്നു വന്ന് ഞാൻ ഓടി വരാന്നൊക്കെ പടച്ചോ പറയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനെ ധിക്കരിക്കാതെ നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ റമളാൻ വിട പറയുമ്പോഴേക്ക് ഒരു യഥാർത്ഥ അടിമയായി മാറണം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നു പറഞ്ഞിട്ട് കാര്യം വാങ്ങാൻ നമുക്ക് സാധിക്കണം. മഴ പെയ്യുമ്പോൾ ബക്കറ്റും കുടവും കമഴ്ത്തി വെച്ചാൽ വെള്ളം സ്വീകരിക്കാൻ കഴിയൂല, അത് തുറന്നു വെക്കണം. അതുകൊണ്ട് കൽബ് തുറന്നു വെക്കുക. ഇപ്പൊ എല്ലാ പള്ളിയിലും എല്ലാവരും ദ്വാരക്കണം എന്താ? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്തൊരു ദ്വാനൊക്കെ എല്ലാവരും ദ്വാരക്കും.
ആയിഷ ബി പറയുന്നുണ്ട്, ലൈലത്തുൽ ഖദറിൽ ഞാൻ എന്താ ദുആ ചെയ്യേണ്ടത്? ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടിയാൽ നബിയെ ഞാൻ ഏത് ദുആയാണ് അധികരിപ്പിക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നീ. ആയിഷ, നീ പഠിപ്പിക്കേണ്ട ദുആ ഏതാണ്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പടച്ചോനെ നീ മാപ്പാക്കുന്നവനാണല്ലോ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണല്ലോ. പടച്ചോനെ നീ ഒരുപാട് തെറ്റുകൾ പുറത്തു കൊടുക്കുന്നവനാണല്ലോ, മാപ്പാക്കുന്നവനാണല്ലോ. തുഹിബ്ബുൽ അഫ്വാ, മാപ്പാക്കലും വിട്ടുവീഴ്ച ചെയ്യലും നിനക്ക് പെരുത്ത് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഫഅഫു അന്നീ, എന്നോട് നീ മാപ്പാക്കണം. ഇത് നമ്മൾ ദ്വാരക്കുമ്പോഴേ എന്താ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചോ? അള്ളാഹു നിനക്ക് മാപ്പാക്കൽ ഇഷ്ടമാണല്ലോ, അവിടെയാണ് പോയിന്റ്. അതാണ് കുട്ടൻസ്. നമ്മൾ മാപ്പാക്കി കൊടുക്കും, ആൾക്കാർ നിർബന്ധിക്കുമ്പോൾ സാരല്ല പൊരുത്തപ്പെട്ട് കൊടുത്താളാ, എൻ്റെ ഉമ്മയല്ലേ ബാപ്പല്ലേ അയൽവാസിയല്ലേ, അറിവില്ലാതുകൊണ്ട് പറഞ്ഞതാണ്, സാരല്ല പൊരുത്തപ്പെട്ട് കൊടുത്താൽ. എല്ലാവരും നിർബന്ധിക്കുമ്പോൾ നിർബന്ധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച എടുക്കും, മനസ്സുണ്ടായിട്ടല്ല. അല്ലെങ്കിൽ എന്തറിയോ, ഒരു പ്രശ്നം അവിടെ സോൾവ് ആകാനോ ഒരു കച്ചറ തീർക്കാനോ എന്നുള്ള നിലയ്ക്ക് മാപ്പാക്കി കൊടുക്കും. അള്ള എന്തിനാ മാപ്പാക്കേണ്ട ആവശ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ നിങ്ങളൊക്കെ ചെയ്ത് തെറ്റ് അള്ള മാപ്പാക്കിയില്ലെങ്കിൽ എന്താ അള്ളാഹ്ക്ക് എന്ത് ചെയ്താലുള്ളത്? നമ്മളൊക്കെ മാപ്പാക്കൽ എന്തെങ്കിലും ഒരു റിട്ടേൺസിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും കാരണം നിർബന്ധിക്കുമ്പോൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അല്ലെങ്കിൽ പ്രശ്നം തീരട്ടെ വെച്ചിട്ടൊക്കെ നമ്മൾ മാപ്പാക്കുക. അള്ളാഹ്ക്ക് മാപ്പാക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ തുഹിബ്ബുൽ അഫ്വാ, എനിക്ക് മാപ്പാക്കൽ വലിയ ഇഷ്ടമാണല്ലോ, ഇത് നമുക്ക് ഈ സ്വഭാവം വരണം. മാപ്പ് ഒരു ഹോബിയായി വരണം, അതൊരു വീക്ക്നെസ് ആണ്. അതായത് മാപ്പാക്കൽ ഇഷ്ടമായി വരണം എന്നർത്ഥം. ഞാനൊരു 10,000 രൂപ പള്ളിക്ക് കൊടുക്കണേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്വതക്ക ഏതറിയോ? ഇന്നൊരാൾ നായിൻ്റെ മോനെ എന്ന് വിളിച്ചാൽ അത് ഞാൻ മാപ്പാക്കി കൊടുത്തു എന്ന് പറയാനാണ് 10,000 രൂപ പള്ളിക്ക് കൊടുക്കണേക്കാൾ ഇഷ്ടം. ഇതിനാണ് അഭിമാനത്തിന്റെ സ്വതക്ക ചെയ്യാറുള്ളത്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കയ്യിൽ പൈസയും പണമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ അഭിമാനം സ്വതക്ക ചെയ്യൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അഭിമാനം സ്വതക്ക ചെയ്യാറുണ്ടാൽ? നമ്മളൊരാൾ പിച്ചി ചീന്തി മോശമാക്കി നമ്മളെ വിരുദ്ധമാക്കി നമ്മളെ തെറിയഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുവീഴ്ച തീർക്കുക. ഇത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാഹുവേ നിനക്ക് തുഹിബ്ബുൽ അഫ്വാ, മാപ്പാക്കൽ ഇഷ്ടമാണല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ, അതുകൊണ്ട് നമുക്കും ഇഷ്ടപ്പെടണം മാപ്പാക്കലും വിട്ടുവീഴ്ച ചെയ്യണം. തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നീ. അല്ലാഹുവിന്റെ കാരുണ്യം എത്രയാണ്! തെറ്റ് ചെയ്ത അടിമകളെ പോലും റബ്ബിലേക്ക് അവൻ മാടി വിളിക്കുകയാണ്, യാ ഇബാദി, എൻ്റെ അടിമകളെ ഇങ്ങോട്ട് വരി. ഇങ്ങനെയൊക്കെ മാടി വിളിക്കുമ്പോഴും പരിശുദ്ധമായ റമദാനില് പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് മറ്റുമൊക്കെ റബ്ബിനോട് മാപ്പ് ചോദിക്കണം, തൗബ ചെയ്യണം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് അന്യ സ്ത്രീയിലേക്കും ആസ്വാദനത്തിന്റെ നോട്ടം നോക്കി പോകരുത്. ഹറാമായ ഒരു അംശം പോലും നമ്മുടെ വായിലേക്ക് നമ്മുടെ തൊള്ളയിലേക്ക് ഇറങ്ങി പോകരുത്, വയറ്റിലേക്ക് ഇറങ്ങരുത്. ഹറാമായ വാക്ക് നമ്മൾ പറയരുത്. തെറ്റുകൾ തൊട്ട് വിട്ടു നിൽക്കുക, പാപകർമ്മങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുന്നത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. നമ്മളോട് മദ്യപിക്കരുത്, കല്ലെടുക്കരുത്, വിചാരിക്കരുത്, അള്ളാഹ്ക്ക് എന്താ കൊണ്ട്? നമ്മളെ നന്മക്ക് വേണ്ടിയാണ്. നമ്മൾ അന്യ പെണ്ണിന്റെ പിന്നാലെ പോയാൽ നമ്മുടെ നാവും നമ്മളെ കുടുംബജീവിതം നഷ്ടപ്പെടും, ഓളത്തെ കിട്ടൂല്ല, അവനെ ഭാര്യ തൃപ്തിപ്പെടുത്താൻ പറ്റൂല. ആകെ അതിന്റെ സൈക്കോളജി എങ്ങനെ? നമ്മളെ നന്മക്ക് വേണ്ടിയാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പരിശുദ്ധ റമദാനിൽ പോലും നിക്കാഹ് കഴിയാത്ത പെണ്ണിന്റെ കൂടെ യാത്ര ചെയ്ത് വയനാട്ടിൽ വെച്ച് അപകടത്തിൽ ഇപ്പോൾ ടാക്സിന് വിറ്റ് മരണപ്പെട്ടു പോയ 2 മുസ്ലിം ചെറുപ്പക്കാർ നമ്മുടെ അയൽവാസികൾ, അള്ളാഹ് പുറത്തു കൊടുക്കുമാറാവട്ടെ. പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കണം, ഏത് സമയത്താ മരണം എന്നറിയോ? കാമുകിയുടെ കൂടെ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ വളാഞ്ചേരി മറ്റൊരുത്തർ മരണപ്പെട്ടു. ഏത് സമയത്ത് നമ്മുടെ മരണം ഹൈറാകലാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഈ സമയത്ത് പരിശുദ്ധ റമദാനിനെ പോലും ബഹുമാനിക്കാത്ത വിധമുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് വന്നു പോകരുത്. അല്ലാഹു തആല ഈ നോമ്പ് എടുക്കുന്നത് പട്ടിണി കിടക്കാനല്ല, നോമ്പ് എടുക്കുന്നത് തഖ്വ ഉണ്ടാകാനാ. ഖുർആൻ പറഞ്ഞത് എന്താ? അല്ലാഹു തആല എന്റെ റഹ്മത്ത് എല്ലാവർക്കും കിട്ടും. എന്റെ റഹ്മത്ത് ആർക്കാ കിട്ടുക? സാക്തുബുഹാലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് എന്റെ റഹ്മത്തിന് ഞാൻ തീരെ കൊടുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. ആർക്കാ തഖ്വ? ആർക്കാണ് ഞാൻ എന്റെ റഹ്മത്ത് കൊടുക്കുക? നമ്മൾ റഹ്മത്ത് ചോദിക്കണല്ലോ. തഖ്വയുള്ളവർക്കാണ് എന്റെ റഹ്മത്തിന് ഞാൻ തീറയില് കൊടുക്കുക എന്ന് പരിശുദ്ധ പ്രവാചകൻ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓതിത്തുന്നു. അതുകൊണ്ട് തഖ്വ ഉണ്ടെങ്കിൽ റഹ്മത്ത് കിട്ടുള്ളൂ. ആ തഖ്വയാണ് നമുക്ക് വേണ്ടത്. അതിന് തറവാടൊന്നും കാര്യമില്ല. അബൂജഹലിന്റെ മകൻ 1-ാം നമ്പർ സ്വഹാബിയ, നിബിതങ്ങളെ അണാപ്പ 1-ാം നമ്പർ കാഫിറ, നിബിതങ്ങളെ മൂത്താപ്പിയും ഇസ്ലാമിന്ന് പുറത്താണ്. ലൂത്ത് നബിന്റെ ഭാര്യ ഇസ്ലാമിന്റെ പുറത്താ, നൂഹ് നബിന്റെ ഭാര്യ ഇസ്ലാമിന്റെ പുറത്താ, നൂഹ് നബിന്റെ മകൻ കാഫിറാൻ. അബൂജഹലിന്റെ മകൻ 1-ാം നമ്പർ സ്വഹാബിയ. ഫിറഔൻ വളർത്തിയ മൂസ നബി റസൂലായി, ജിബ്രീൽ വളർത്തിയ മൂസ പച്ച കാഫിറായി. മൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു വമൂസല്ലദീ റബ്ബാഹു ഫിറഔൻ മുർസലൂ. ഫിറഔന്റെ കൊട്ടാരത്തിൽ തീറ്റിപ്പോറ്റിയ ഒരു മൂസയുണ്ടായിരുന്നു. ആ മൂസ നബിയും പ്രവാചകനും റസൂലുമായി. ഫിറഔൻ വളർത്തിയത് റസൂലായി. വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു.
എല്ലാ പ്രവാചകന്മാർക്കും വഹി കൊണ്ടുവന്ന് കൊടുക്കുന്ന ജിബ്രീൽ വളർത്തിയ മൂസയോ പച്ചക്കാഫിറുമായി മാറി. ഇതാണ് അവസ്ഥ. നമുക്കൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് അടുക്കുക. അള്ളാഹുവിൻ അന്ത്യ വിജയം മുത്തഖീങ്ങൾക്കാണ്. ബുഖാരിയുടെ ഹദീസിൽ കാണാം, ചെരുപ്പിന്റെ വാറ് നിങ്ങളെ കാലിനോട് എത്ര അടുപ്പമാണോ, ചെരുപ്പിന്റെ വാറ് നിങ്ങളെ കാലിനോട് എത്ര ടൈറ്റായി നിൽക്കുന്നുവോ, ചെരുപ്പും നമ്മുടെ കാലിൽ തമ്മിൽ ചെറിയ അകലം പോലുമില്ലല്ലോ, ടൈറ്റായിരിക്കുമല്ലോ, ഇതുപോലെ നരകവും നിങ്ങളും തമ്മിൽ അടുപ്പമാണെന്ന് ഖാല റസൂലുള്ളാഹി. ചെറിയ വാക്ക് മതി നരകത്ത് കിടക്കാൻ. അതുകൊണ്ട് ഇത് നരകമോചനത്തിന്റെ പത്താണ്. ചോദിച്ച് നരകമോചനം വാങ്ങണം. നമ്മൾ ബേജാറില്ലാത്ത എന്താ അറിയോ, നമുക്ക് നരകത്തെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. ചെറിയ കുട്ടികൾ പാമ്പനെ കണ്ടാൽ പിടിച്ചു, അതിന്റെ ഭീകരത കുട്ടിക്ക് അറിയില്ല. തീക്കട്ട കണ്ടാൽ കുട്ടി തൊള്ളേക്കാലിടും. കാരണം അത് തീക്കട്ടയെന്ന് അറിയില്ല, പൊന്നും കളറാണ്. കുട്ടിക്ക് അതിന്റെ ഭീകരത അറിയാം. ഇതുപോലെ നമ്മൾ ഈ കാണുന്ന തെറ്റുകളൊക്കെ നരകമാണ്. പക്ഷെ അത് തിരിച്ചറിവ് നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അന്യ പെണ്ണിനെ കാണുമ്പോൾ, വേണ്ടാത്ര കാണുമ്പോൾ എല്ലാ ഹറാമിനും ഫുള്ള് ചാടുന്നത്. എന്നാൽ നരകത്തെ പറ്റി ചിന്തിച്ച് കരഞ്ഞ ആൾക്കാരുണ്ട്. നരകത്തെ പറ്റി ആയത്ത് കേട്ടപ്പോൾ സ്വഹാബിയോട് വീണു, പിന്നെ അനങ്ങണില്ല. അള്ളാഹു നബിതങ്ങൾ ചെന്ന് നോക്കി, ആ സ്വഹാബിയുടെ നെഞ്ചത്ത് ഇങ്ങനെ കൈ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ജഹിസു സാഹിബക്കും, ഈ മനുഷ്യൻ മരിച്ചു പോയിട്ടുണ്ട്, ഇനി നിങ്ങൾ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മറവ് ചെയ്യുക. ഫൈനൽ ഫറക ഫറദക ബിദാ. നരകത്തെ കുറിച്ചുള്ള ആയത്ത് കേട്ടപ്പോ ആ പേടി കാരണം അവന്റെ ഹൃദയം ആഘാതം വന്ന് മരണപ്പെട്ടു പോയതാണ്. ഈ നരകത്തെ കുറിച്ചുള്ള ആയത്ത് കേട്ടപ്പോൾ അവൻ മരണപ്പെട്ടതാണെന്ന് ഖാല റസൂലുള്ളാഹി. നമ്മൾ എത്ര നരകത്തെ പറ്റി കേൾക്കുന്നത്, എത്ര ആയത്തുകൾ കേൾക്കുന്നത്, എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പടക്കണം. അവരാ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു വികാരമില്ല, നിർവികാരത്തോടെ നമ്മൾ കേൾക്കുന്നത്. ഒരു സ്വഹാബി നരകത്തെ പറ്റി ആയത്ത് കേട്ടപ്പോൾ അറ്റാക്കായി മരണപ്പെട്ടു. വേറെ സ്വഹാബി അങ്ങനെ അറ്റാക്കായി മരിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ സ്വന്തം നരകത്തെ കാത്താ പോരാ, സ്വന്തം മക്കളെയും ഭാര്യയെയും കൂടി നരകത്തിൽ നിന്ന് കഴിച്ചിലാക്കണം. ഈ ആയത്ത് കേട്ടപ്പോ ആ സ്വഹാബി ഇങ്ങനെ ചിന്തിക്കുകയാണല്ലോ, എന്നെ മാത്രം നരകത്തിൽ നിന്ന് കാക്കാൻ എളുപ്പമാണ്, ഞാൻ മാത്രം നന്നായാൽ മതിയല്ലോ. അവനാന്റെ കെട്ടിയോളെയും കുട്ടിയോളെയും അവരെ കൂടി നരകത്തിനെ തൊട്ട് കാക്കാനും സംരക്ഷിക്കാനും എത്ര ശ്രമകരമാണ്. അതെന്നെ കൊണ്ട് കഴിയുമോ പടച്ചോൻ എവിടെ വീണുപോയി. നിബിതങ്ങൾ ആ സ്വഹാബിയുടെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, ഈ മനുഷ്യനെ കൊന്നത് ഖത്ലഹുഹാദില്ലായ. ഈ സൂറത്ത് തഹരീമിലെ ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്താണ് ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞത് എന്ന് ഖാല റസൂലുള്ളാഹി. നമുക്ക് വല്ല പേടിയുണ്ടോ? അതുകൊണ്ട് നരകത്തിനെ മോചനം വെറുതെ തൊള്ളുകൊണ്ട് തേടിയാൻ പോരാ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. മനസ്സ് തട്ടിയിട്ട് പറയാൻ കഴിയണം, പടച്ചോനെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. നമ്മളെ കുട്ടികൾ നമുക്ക് ഒരാണെങ്കിൽ നരകത്ത് പോയെന്ത് അവസ്ഥ ആലോചിച്ചു. നിങ്ങൾ നമ്മളെ കുട്ടി വെന്റിലേറ്റർ കിടക്കണേ നമുക്കൊരു സമാധാനം ഉണ്ടാവും. നരകത്ത് കിടന്ന് കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദുനിയാവിലെ തീയങ്ങാനും നരകാവകാശികൾക്ക് കിട്ടിയാൽ ലനമു ഫീഹാ, അവരതിൽ സുഖമായ കൂർക്കം വരച്ച് കിടന്നുറങ്ങുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇസ്തിരി പെട്ടി ചൂടാക്കിയിട്ടേ അതിന് 5-ലും 6-ലും ഇട്ടിട്ട് നല്ല ചൂടാണ് സമയത്ത് വേറെ വെച്ച് നോക്കേണ്ടി. ഒരു സെക്കൻഡ് വെച്ചാൽ പുള്ളി കത്തിയാണ് പോവും, അല്ലെങ്കിൽ ആ ഇറച്ചിയാണ്ട് ഉരുകിപ്പോവും. അതാണ് ഇസ്തിരിപ്പെട്ടിന്റെ ചൂട്. എന്ത് ചൂടാക്കിയാലും ഏത് കമ്പനി ചൂടാണെങ്കിലും അതിന്റെ ആയിരക്കണക്കിന് ഇരട്ടിയ നരകത്തിൽ. അതുകൊണ്ട് ഹദീസ് പറഞ്ഞത്, നബിതങ്ങൾ പറയാ, ഈ ദുനിയാവിലെ നരകം, ഈ ദുനിയാവിലെ തീഴ്, നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു സെക്കൻഡ് എങ്ങാനും ഒരു മിനിറ്റ് എങ്ങാനും ഈ ദുനിയാവിലെ തീയ കിട്ടിയാൽ ആ തീയിൽ അവർ ഉറക്കം വലിച്ച് കിടന്നുറങ്ങിപ്പോവും. അവർക്ക് വിഷയം ഉണ്ടാവില്ല. മാത്രം ഭീകരാണ്. എങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റുക? ഒരു നിസ്കാരം കള്ളാക്കിയാൽ 6400 കൊല്ലം നരകത്തിൽ കിടന്ന് കത്തണം. അപ്പൊ നമ്മളെ കൊണ്ട് കൂട്ടിയും കൊടുൂല. അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും മാത്രമേ പരിഹാരമുള്ളൂ. അത് മനസ്സിൽ നിന്ന് ചോദിക്കണം, റബ്ബിനോട് ചോദിക്കണം. നരകം ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ. അതൊക്കെ പഴയ കാലത്ത് ഉസ്താമാരും അയാളൊക്കെ പറയും. ഇന്നിപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷിന്റെ ലോകത്താണ്. പ്രത്യേകിച്ച് ഈ കള്ളത്തരീക്കത്തിലൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും പ്രതീക്ഷ കൊടുക്കും. എന്ത് തമ്മാടുത്തും ചെയ്യാം, അള്ള വേഗം പൊരുത്തപ്പെട്ടു കൊടുക്കും. നായ്ക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്ത് കടന്നിലേന്നാ. നായ്ക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്ത് കടന്നില്ലേ, 100 ആളെ കൊണ്ടാകുള്ള തോപ സ്വീകരിച്ചു. ഇതൊക്കെ വെറുതെ പുള്ളൂസ് പറയാണ്. അള്ളാഹു ഭീകരൻ കൂടിയാണ്, എന്നാലും അള്ളാഹു കാരുണ്യവാനും കൂടിയാണ്. രണ്ടും ഒരേപോലെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പേര് ഖഹാറാണ്, ജബ്ബാറാണ്. ഷഹീദായിട്ട് പോലും ചെറിയ തെറ്റുകാരൻ നരകത്തിലിട്ട് കത്തിച്ചവനാണ് അള്ളാഹു. അത് ചിന്തിക്കണം.
എന്നാൽ അള്ളാഹുവോ ഏറ്റവും വലിയ അള്ളാഹിനെ പേടിച്ചവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവനുമാണ്. നബി തങ്ങൾ പറഞ്ഞ ഒരു ചരിത്രമുണ്ടല്ലോ, ഒരു മനുഷ്യൻ മരിക്കാൻ നേരത്തെ മക്കളോട് വസൂയത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കരിച്ച് കരിച്ച് വെണ്ണീരാക്കി എന്നെ നിങ്ങൾ കാറ്റത്ത് പറത്തിവിടണം. എന്തിനയച്ചു? എന്നെ പടച്ചോനെ കിട്ടരുത്, എന്നെ അള്ളാഹുവിന് കിട്ടിയാൽ എന്നെ അവൻ പിടിച്ച് ശിക്ഷിക്കുമല്ലോ. അതിന് മാത്രം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തവനുമാണ് ഞാൻ. അതുകൊണ്ട് എന്നെ മലക്കുകൾക്ക് കിട്ടരുത്, പടച്ചോനെ കിട്ടരുത്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ വെണ്ണീരാക്കി പൊടി പൊടിയാക്കി ഭസ്മമാക്കി കളയണേ, എന്നെ കാറ്റിൽ പറത്തണേ എന്ന് വസിയത്ത് ചെയ്യുകയും ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്തപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ദഖലൽ ജന്ന, ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തി എന്ന് ഖാല റസൂലുള്ളാഹി. ഇപ്പൊ സഹാബത്ത് ചോദിക്കുക, മരിച്ചാൽ കഫൻ ചെയ്യണം, അറബ് ചെയ്യണ്ട, ഹിന്ദുക്കളെ മാതി കാഫിരികളെ മാതി ഇങ്ങനെ വെണ്ണീരാക്കാൻ പറ്റുമോ? പക്ഷേ നബി തങ്ങൾ പറയാനുള്ള പേടിയാണ്, അല്ലാഹുവിനെ ഒന്ന് കാണാൻ നിന്റെ കയ്യിൽ ഒരു അമലമില്ലല്ലോ, ഞാനൊരു പാപിയാണല്ലോ എന്ന ശക്തമായ കുറ്റബോധവും മനസാക്ഷി കുത്തുമാണ്. ആ പേടി കാരണം അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തി എന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് നേരെ മറിച്ച പ്രതീക്ഷ. അതുകൊണ്ട് പ്രതീക്ഷ മാത്രമാക്കരുത്, എന്നാൽ പേടിയാകരുത്, രണ്ടും വേണം. വിഷയം നീണ്ടതാണ്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അല്ലേ? കാരണം നരകത്ത് കടന്നാല് ഖുർആനിൽ ആയത്തുണ്ട്, നരകത്ത് കടന്ന ആൾക്കാർ ഇങ്ങനെ വെന്തുരുകുമ്പോ പറയും. ഞാൻ ഇങ്ങനെ ഇന്നലെ പത്രത്തിൽ കണ്ടു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദയാവധത്തിന് വേണ്ടി സുപ്രീം കോടതി അപേക്ഷിച്ചപ്പോൾ സുപ്രീം കോടതി അനുമതി കൊടുത്തു. ഇന്ത്യയിൽ ആദ്യത്തെ അനുഭവം. 13 കൊല്ലമായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന രോഗിയാണ്, പഞ്ചാബുകാരൻ. 13 കൊല്ലമായിട്ട് ബോധമില്ലാതെ കിടക്കുക. അപ്പൊ ഇത് മരിച്ചു കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിക്ക് അപേക്ഷ കൊടുത്തു കുടുംബക്കാർ. കാരണം ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ല. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഓക്കെ. വേറെ പല വിദേശ രാജ്യങ്ങളും ദയാവധമുണ്ട്. പറ്റേ സുഖമില്ല കിടക്കുകയും മരിച്ചു ആയിക്കോട്ടെ, അന്തസ്സറ്റ് മരിച്ചു ആയിക്കോട്ടെ, വേഗം ഇഞ്ചക്ഷൻ വെക്കുന്നു, മരിക്കുന്നു. കാരണം ജീവിക്കാൻ കഴിയില്ല അവർക്ക്. ഇപ്പൊ ദയാവധത്തിന് അനുവാദം കൊടുത്തു, ദയാവധം ഇന്നലെ സ്വീകരിച്ചു. നരകത്ത് കിടക്കുമ്പോൾ ആൾക്കാർ മാലിക്കെന്ന മലക്കിനോട് ചോദിക്കുന്നുണ്ട്, യാ മാലിക്കുൽ ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ പറയുമോ മാലിക്കേ? നിങ്ങളല്ലേ നരകത്തിന്റെ ഉദ്യോഗസ്ഥൻ, നിങ്ങളല്ലേ നരകത്തിന്റെ മലക്ക്. യാ മാലിക്കു, ഓ മാലിക്കേ, നിന്റെ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ പറയുമോ? ഒന്ന് മരിച്ചിട്ടേ മതി. ദുനിയാവിലെങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലക്ഷങ്ങളെ ചെലവഴിക്കുന്നവരാണ്. വീടിന്റെ ആധാരങ്ങളും പറമ്പിന്റെ ആധാരങ്ങളും പണയം വെക്കുന്നവരാണ് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. നരകത്തിലോ ഞങ്ങളൊന്ന് മരിപ്പിക്കാൻ പറയുമോ? അപ്പൊ അല്ലാഹു മറുപടി, ആ പരിപാടി ഇവിടെ അല്ല, മരിക്കണ പരിപാടി ഇല്ല, അനുഭവിക്കന്നെ. മിഹ്റാബ് തോന്നുന്ന വില്ലേച്ച അവിടെ മരിക്കാൻ അവിടെ അവസരമില്ല. അള്ളാഹു നരകത്തെ തൊട്ട് ഞങ്ങളൊക്കെ, നമ്മുടെ ഉമ്മാരും ബാപ്പാരും നമ്മുടെ ഏട്ടന്മാരും അഞ്ചന്മാരും പെങ്ങന്മാരൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ അടുത്ത് യാതൊരു അർഹതയില്ല, ഒന്നും നമ്മുടെ അർഹതല്ല. പക്ഷെ അള്ളാഹുവിന്റെ മഹദും അള്ളാഹുവിന്റെ റഹ്മത്തും മാത്രം ഈ റമദാൻ അക്കുകൊണ്ട് അള്ളാഹു നരകത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ നിറച്ചവരാൻ അള്ളാഹു നന്ദിയുള്ളവരാക്കി മാറ്റട്ടെ. ഇപ്പോൾ 40,000-ഓളം ഹോട്ടലുകൾ അടച്ചുപൂട്ടി, ഗ്യാസിന്റെ ഓട്ടോറിക്ഷകളൊക്കെ സൈഡായി. എന്താ കാരണം? ഇറാൻ യുദ്ധം. ഹോർമുസ് യാത്ര, അവിടുത്തെ കപ്പൽ പാത അടക്കുമ്പോഴേക്ക് ദുബായിക്ക് പോലും ഇനി 6 ദിവസത്തെ ഭക്ഷണമേ ഉള്ളൂ. UAE അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഭക്ഷണം എന്നാൽ കഷ്ടപ്പാടാണ്. നമ്മൾ ചിന്തിക്കണ മാതിരിയല്ല, ഭീകരമാണ്. അള്ളാഹു തആല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്കും ലോകത്തിനും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കേരളത്തിൽ 40,000 ഹോട്ടൽ പൂട്ടി. പെണ്ണുങ്ങൾക്ക് പഴയ പോലെ അടുക്കളയ്ക്ക് ഈ വിറക് തിരികെ വെച്ചിട്ടില്ല, ഒന്നും അറിയില്ല. പുതിയ ജനറേഷൻ ഒന്നും അറിയില്ല. ഗ്യാസല്ലേ പരിചയമുള്ളൂ. ഗ്യാസ് കിട്ടാനല്ല, 30-50 ദിവസം കാത്തിക്കണം. ഹോട്ടലൊക്കെ പൂട്ടിപ്പോയി, ഗ്യാസ് കൊടുന്ന് ഓട്ടോറിക്ഷ പൂട്ടി. നമ്മൾ ചിന്തിക്കേണ്ടെന്ന് അറിയോ? സുഖിച്ച് മാത്രം പരിചയമുള്ള നമ്മളെ ഒരു സെക്കൻഡ് മതി പടച്ചത്തമ്പുരാനും മറന്നു കിടന്ന് കരയിപ്പിക്കാൻ. യാതൊരു സംശയമില്ല. അതുകൊണ്ട് അഹങ്കാരം നമുക്ക് വേണ്ട, നമ്മൾ വിനയത്തോടെ ജീവിക്കുക. അള്ളാഹു മാപ്പാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൽ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും